2018 ഓർമ്മ വരുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉൾപ്രദേശങ്ങൾ മുഴുവനും ഓൾറെഡി വെള്ളത്തിലായിരിക്കുകയാണ്. വീടുകളെല്ലാം വെള്ളവും എല്ലാം നിറഞ്ഞു. ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് ക്യാമ്പിലേക്കൊക്കെ മാറ്റി താമസിച്ചു കഴിഞ്ഞു. ഇതിപ്പം ഇതിൻ്റെ തബ്ലീൽ ഇസ്ലാം മദ്രസ ഈ മീനച്ചിലാറിൻ്റെ തീരത്തോടടുത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ്. ഇതും ഇപ്പം കഴിഞ്ഞ വർഷത്തിന് അതേ 2018 അതേ വെള്ളം നിലവിൽ ഇപ്പം വന്നിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 10 അടിയും കൂടെ ഒരു 10 മീറ്റർ ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പള്ളിക്കകത്ത് വെള്ളമാകും. കോട്ടയത്തിന്റെ പല ഭാഗത്തും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഇടപെട്ട് പെയ്യുന്ന മഴയാണെങ്കിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ്. ഇപ്പോൾ നിൽക്കുന്നത് കുമ്മനത്തുള്ള തബ്ലീഗുൽ ഇസ്ലാം മസ്ജിദിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ മസ്ജിദിന്റെ അകത്താകമാനം വെള്ളം കയറി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് നമുക്ക് പോകാം, ഈ മസ്ജിദിന്റെ അകത്തേക്ക് ഒന്ന് പോകാം. അപ്പം മനസ്സിലാവും എന്തുമാത്രം വെള്ളം കയറി കിടക്കുന്നുള്ളത്. ഇതിന്റെ സമീപത്തായിട്ട് തന്നെയാണ് മീനച്ചിലാർ ഒഴുകുന്നത്. മീനച്ചിലാർ കര കവിഞ്ഞ് കുത്തി ഒഴുകുന്ന കാഴ്ചയും കാണാം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം വെള്ളം ഈ പ്രദേശത്താകമാനം കയറിയിട്ടുണ്ടെന്ന്. ഈ പ്രദേശത്തെ വീടുകളാകെ ഈ മഴയിൽ ഇങ്ങനെ വെള്ളം കയറി മുങ്ങിയ ഒരവസ്ഥയാണ്. പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറ്റുന്നുണ്ട്. ചില ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. അത്തരത്തിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് ഈ കോട്ടയം കുമ്മനം പ്രദേശത്തുള്ളത്. ആ പ്രദേശത്ത് കുമ്മനത്ത് മാത്രമല്ല കോട്ടയത്തിന്റെ പല ഭാഗത്തും ഈ പടിഞ്ഞാറൻ മേഖലയിൽ, ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഇന്നലെ തൊട്ട് തുടങ്ങിയ വെള്ളമാണ്. അതിപ്പം വലിയ തോതിലുള്ള വെള്ളം. എനിക്ക് പിന്നിൽ ഈ കാണാം, ഈ മീനച്ചിലാർ ആണ് ഈ ഒഴുകുന്നത്. ഈ കാണുന്നത് മീനച്ചിലാർ എന്തുമാത്രം വെള്ളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ കാണാം. അത് കര കവിഞ്ഞൊഴുകയാണ്. അതാണ് ഈ കാണുന്നത്. വളരെ ഭയാനകമായ ദൃശ്യം എന്ന് തന്നെ പറയാം. കാരണം കുത്തി ഒലിച്ച് വരുന്ന ഒരു ആറ് അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2018 ഈ സമാന സാഹചര്യമായിരുന്നു. അതിൽ കൂടുതൽ വെള്ളമുണ്ടോ ഇപ്പോൾ? 2018 ഓർമ്മ വരുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഉൾപ്രദേശങ്ങൾ മുഴുവനും ഓൾറെഡി വെള്ളത്തിലായിരിക്കുകയാണ്. വീടുകളെല്ലാം വെള്ളവും എല്ലാം നിറഞ്ഞു. ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് ക്യാമ്പിലേക്കൊക്കെ മാറ്റി താമസിച്ചു കഴിഞ്ഞു. ഇതിപ്പം ഇതിൻ്റെ തബ്ലീൽ ഇസ്ലാം മദ്രസ ഈ മീനച്ചിലാറിൻ്റെ തീരത്തോടടുത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ്. ഇതും ഇപ്പം കഴിഞ്ഞ വർഷത്തിന് അതേ 2018 അതേ വെള്ളം നിലവിൽ ഇപ്പം വന്നിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 10 അടിയും കൂടെ ഒരു 10 മീറ്റർ ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പള്ളിക്കകത്ത് വെള്ളമാകും. ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നിൽക്കുക ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭീകരമാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് കണ്ടത് മീനച്ചിലാറാണ് ഈ ഒഴുകുന്നത്. വീണ്ടും എന്തൊക്കെയോ സംഭവം നടന്നിട്ടുള്ളതാണ് ഇപ്പം കിട്ടുന്ന അറിവ്. അങ്ങനെ ആ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കുമ്മനം പ്രദേശം മുഴുവനും വളരെയധികം പ്രശ്നങ്ങളിലേക്ക് എത്തും. ആളുകളെല്ലാം ക്യാമ്പിലേക്ക് മാറ്റി തുടങ്ങിയോ? ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വളരെയധികം ആൾക്കാർ ഈ ഉൾപ്രദേശങ്ങളിൽ നിന്നും വളരെയധികം ആൾക്കാരെ ഓൾറെഡി ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ മദ്രസകളിൽ ഇപ്പം കുറച്ച് പേര് വന്ന് താമസിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഭക്ഷണം മറ്റ് വെള്ളമൊക്കെ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഈ പ്രദേശത്തേക്കുള്ള ആളുകൾക്ക്? അതിന് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ക്യാമ്പുകളിലേക്ക് വരികയും അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിദുഷ്കരമായി. ഞാൻ ആ മീനച്ചിലാറിൻ്റെ ആ ദൃശ്യം ഒന്നും കൂടെ ഒന്ന് കാണാം. എന്തുമാത്രം വെള്ളമാണ് ഈ കുത്തി ഒലിച്ച് വരുന്നതെന്നുള്ള. കര കവിഞ്ഞൊഴുകുകയാണ് മീനച്ചിലാറ്. കഴിഞ്ഞ ദിവസം 24 അടി വരെ പോയി. പിന്നീട് ഒന്ന് താഴ്ന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഒന്ന് താഴ്ന്നു. പക്ഷേ വീണ്ടും ജലനിരപ്പ് ഉയരുകയാണ്. ഇപ്പം നിലവിൽ 19 അടി ഉണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആണ് ജലം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലെ ഈ സാഹചര്യം അതിരൂക്ഷമായി തന്നെ ഈ കോട്ടയം ഭാഗത്ത് പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതീവ ജാഗ്രത തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം തന്നെ ക്യാമ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.